ജനങ്ങൾ മാറി ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ടോ? BJP വോട്ട് ചെയ്യുമോ ഇവിടെയുള്ള ജനങ്ങൾ? ഇപ്പൊ 100% ജനങ്ങൾ മാറി ചിന്തിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു നാറി ഈ ലോകത്തെയും ഈ സമൂഹത്തിനും തുടച്ചു മാറ്റുക എന്നാണ് ഒറ്റ മുഖ്യ ലക്ഷ്യമാണ്. നമസ്കാരം. നമസ്തേ, എന്റെ പേര് ബിന്ദു ശ്രീകുമാർ. എവിടെ സ്ഥലം? കല്ലയം, നെടുമങ്ങാട് മണ്ഡലത്തിൽ വോട്ടർ തന്നെയല്ലേ? അതെ, നെടുമങ്ങാട് മണ്ഡലത്തില്. ഇപ്പോ യുവരാജ് ഗോകുൽ ഇവിടെ മത്സരിക്കുകയാണ്. ഒരു യുവ താരം, BJPയെ സംബന്ധിച്ചൊരു യുവതാരമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ വർഷത്തെ അല്ലെങ്കിൽ ഇത്തവണത്തെ ഒരു സ്ഥാനാർത്ഥിത്വം ഈ മണ്ഡലത്തിൽ ഏതെല്ലാം തരത്തിൽ സ്വാധീനിക്കും? ഈ മണ്ഡലത്തിലെ യുവരാജ് ഗോകുൽ ജയിക്കുമെന്ന് 100% ഉറപ്പാണ്. കാരണം ഒരു യുവത്വത്തിന്റെ മുഖം നെടുമങ്ങാട് മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മുടെ മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച് സ്ഥാനാർത്ഥികൾ ആയി നിൽക്കുന്ന യുവരാജിന് യുവത്വത്തിന്റെ മുഖമുണ്ട്. അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലും ഒക്കെ സജീവമായി പ്രവർത്തിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം 100% വിജയിക്കുമെന്ന് ഉറപ്പുണ്ട്. ജനങ്ങളുടെ മുന്നിൽ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുമോ? അല്ല, പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹം സജീവമായിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ട്. ചാനൽ ചർച്ചകളിലൂടെ എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഈ ഇവിടുത്തെ മന്ത്രി, MLAയും മന്ത്രിയും കൂടിയാണോ അദ്ദേഹം? എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ കഴിഞ്ഞൊരു 5 വർഷത്തെ പ്രവർത്തനങ്ങൾ? സംതൃപ്തരാണോ? ഇല്ല, ഒരിക്കലും സംതൃപ്തരല്ല ഞങ്ങള്. കാരണം അദ്ദേഹത്തിന്റെ സിവിൽ സപ്ലൈസ് വകുപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു തുറന്ന പരാജയമാണ്. സപ്ലൈകോയിൽ സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല. സബ്സിഡി സാധനങ്ങൾ അടക്കം ഒരു സാധനങ്ങളും അവിടെ നമുക്ക് ലഭിക്കാനില്ല. നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവശ്യ സാധനങ്ങളുടെ ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ എല്ലാം ശൂന്യമായി കിടക്കുകയാണ്. ഒരു സാധനവും നമുക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോഡ് വികസനം, അതിന്റെ ഫ്ലെക്സുകളും കാര്യങ്ങളും ഒക്കെയാണ് എല്ലാ സ്ഥലത്തും വച്ചിരിക്കുന്നത്. പക്ഷെ ഒരു റോഡ് പോലും നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടില്ല. എല്ലാം ഈ തെരഞ്ഞെടുപ്പിന്റെ സമയമായപ്പോഴത്തേക്ക് കുറച്ച് ചെയ്ത് അത് ഫ്ലെക്സ് ബോർഡുകളും വെച്ച് ഉദ്ഘാടന ചടങ്ങുകളും നടത്തുകയാണ് ഉണ്ടായത്. നമ്മുടെ വഴയില നെടുമങ്ങാട് റോഡ് തന്നെ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. ഇതൊക്കെ 5 വർഷത്തിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. അദ്ദേഹം ഇതുവരെ ചെയ്യാതെ ഈ ഇലക്ഷൻ സമയമായപ്പോഴാണ് അത് തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മലയോര മേഖലയിലെല്ലാം താമസിക്കുന്ന ആളുകളുടെ ഒരു ജീവിത നിലവാരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ മന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. അവര് വികസന കാര്യത്തിൽ പൊതുവെ പിന്നോട്ടടിക്കുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ഈ ആശുപത്രിയിൽ ഒരു കുഞ്ഞ് മരിച്ചതായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാം അവിടെ സജീവമായിട്ട് 2 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആ പ്രദേശത്ത് വരിക പോലും ചെയ്തിട്ടില്ല. ആ കുട്ടിയുടെ വീട്ടിൽ ഒരു കാര്യത്തിന് പങ്കെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ നിന്നെല്ലാം ഒരു മന്ത്രി എന്ന നിലയിൽ ജനങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതല്ലേ. അദ്ദേഹം ഒരു കാര്യത്തിലും ബാക്കിയുള്ള കാര്യങ്ങളിലെ കല്യാണ വീടുകളിലും പാലിയാച്ചി വീടുകളിലും മരണ വീടുകളിലും ഇറങ്ങിക്കയറി നടക്കുക എന്നല്ലാതെ ജനങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ അദ്ദേഹം ഒരിടവും കണ്ടിട്ടില്ല. കുഞ്ഞിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് യുവരാജ് ഗോകുലാണ്. അദ്ദേഹം അവിടെ സന്ദർശിച്ചിരുന്നു. അതെ, അദ്ദേഹം അവിടെ പോയിരുന്നു. അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ നിലവിൽ പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ 100-ൽ എത്ര മാർക്ക് കൊടുക്കും? പിണറായി സർക്കാരിന്റെ ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. എത്രയും പെട്ടെന്ന് അവര് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം. പരമ്പരാഗതമായിട്ട് LDF-നും UDF-നും വോട്ട് ചെയ്യുന്ന നെടുമങ്ങാട്ടെ ജനങ്ങൾ ഇത്തവണ താമര ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ എന്തെങ്കിലും തരത്തിലുള്ള മടി കാണിക്കുമോ? ഇല്ല, മടി കാണിക്കില്ല. 100% അവർ താമരയ്ക്ക് തന്നെ വോട്ട് ചെയ്യും. കാരണം കോൺഗ്രസിലായാലും കമ്മ്യൂണിസ്റ്റിലായാലും ധാരാളം പേര് BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. അവര് നമ്മളോട് തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം താമരയ്ക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന്. വീടുകളിൽ പോകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അതെ, ഞങ്ങൾ ചെല്ലുന്ന വീടുകളിലെല്ലാം നല്ല രീതിയിലാണ് പറയുന്നത്. അദ്ദേഹം വരട്ടെ, ഒരു മാറ്റം വരണം എന്ന് തന്നെയാണ് ജനങ്ങൾ എല്ലാവരും പറയുന്നത്. നെടുമങ്ങാട് BJPയുടെ പ്രവർത്തനം ഇവിടെയുള്ള എല്ലാ ബൂത്തിലും ഉണ്ടോ? ഈ നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും പ്രവർത്തനം? അതെ, എല്ലാ ബൂത്തുകളിലും കാര്യമായിട്ട് പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ചയായിരുന്നു. ആദ്യത്തെ അഭ്യർത്ഥന ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ ബൂത്തുകളിലും ഇറങ്ങി വർക്ക് ചെയ്യണം. എന്റെ പേര് ശീല. എവിടെ സ്ഥലം? ഒലിയക്കോട്. നെടുമങ്ങാട് തോട്ടർ തന്നെയല്ലേ? അതെ, നെടുമങ്ങാട് തോട്ടർ. എങ്ങനെയുണ്ട് ഇത്തവണ ഈ നെടുമങ്ങാട് വിജയിക്കാനുള്ള സാധ്യത ഉണ്ടോ? BJP ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കണ്ട എല്ലാ ലക്ഷണങ്ങളും പറയുന്നത്. കാരണം എന്ന് വെച്ചാല് പിന്നെ നമ്മുടെ സാധനങ്ങളുടെ വിലക്കയറ്റം, മറ്റ് ശബരിമല പ്രശ്നം, അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടും യുവരാജ് ജയിക്കാനാണ് സാധ്യത. യുവരാജ് ഗോകുൽ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണല്ലോ.
അതിന്റെ പേരിലാണോ ഇങ്ങനെ ഒരു ത്രികോണ മത്സരത്തിനുള്ള ഒരു സാധ്യത തെളിഞ്ഞത്? ചെറുപ്പക്കാരൻ എന്നൊരു വ്യക്തിമെന്ന് മാത്രമല്ല, അദ്ദേഹം നല്ല വ്യക്തിത്വത്തിനോട് ഉടമയാണ്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. എല്ലായിടത്തും ഓടിയെത്തുന്ന ഒരു മനുഷ്യനാണ്. സജീവമായി നിൽക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യത്തിലും എവിടെ നോക്കിയാലും അദ്ദേഹം ഉണ്ട് എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഈ കഴിഞ്ഞ ഇവിടുത്തെ MLA നിലവിൽ മന്ത്രി കൂടിയാണല്ലോ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തരാണോ നിങ്ങൾ ഓരോരുത്തരും? അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മോശം എന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് പറ്റും വിധം അദ്ദേഹം ചെയ്തില്ലെന്നല്ല. എങ്കിൽ കൂടി ഒരു തവണ നമുക്ക് നമ്മുടെ BJP കൂടി വരണമല്ലോ, ഭരണത്തിൽ വരണമല്ലോ. അതും എന്താന്നൊക്കെ നമുക്ക് ജനങ്ങൾക്ക് അറിയണമല്ലോ. അവരുടെ ഭരണത്തിന്റെ പ്രത്യേകത എന്താണ്, ഇവരുടെ ഭരണത്തിന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ അറിയണമല്ലോ. അപ്പൊ അതിന്റേതായ ഇവിടെ പിണറായി വിജയൻ സർക്കാരിന് 100-ൽ എത്ര മാർക്ക് കൊടുക്കും? എന്ന് ചോദിച്ചാ ഒരു 40-45% കൊടുക്കാം. നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? സുരേഷ് ബാബു. എവിടെ സ്ഥലം എവിടെയാണ്? സ്ഥലം വെമ്പായം. ചേട്ടാ, ഇപ്പോ ഈ നെടുമങ്ങാട് മണ്ഡലത്തിൽ ഒരു വാശിയേറിയ പോരാട്ടം നടക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ട് ഇവിടെ BJPയുടെ സാധ്യതകൾ എങ്ങനെയുണ്ട്? BJPക്ക് സാധ്യതയുള്ളൂ. കാരണം എന്താ? കാരണം ഈ ഇടത് വലത് മുന്നണികൾ ഭരിച്ചു മുടിച്ച ഈ നാടിന് ഈ MLA മന്ത്രിയായിരുന്ന MLAയുടെ പരാജയം, വികസനം നടത്തിയിട്ടില്ല, സ്വന്തം ഫണ്ടിൽ നിന്ന് 1 രൂപ പോലെ മുടക്കി ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടില്ല, ഉദ്ഘാടനം ചെയ്ത പദ്ധതികളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. നമ്മുടെ ഈ മന്ത്രിയുടെ വകുപ്പിലുള്ള കൺസ്യൂമർ ഫെഡും അതുപോലെ തന്നെ മാവേലി സ്റ്റോർ ഇതുപോലെ സ്ഥലങ്ങളിലെ പാവങ്ങൾ ക്യൂ നിന്ന് സാധനം വാങ്ങുമ്പോൾ അവിടെ അവർക്ക് ലഭിക്കേണ്ട സബ്സിഡി ലഭിക്കുന്നില്ല. കാരണം പഞ്ചസാരയോ മറ്റു സാധനങ്ങളിലോ അത്യാവശ്യ സാധനം എടുക്കണമെങ്കിൽ 1000 രൂപയും 2000 രൂപയും മറ്റു സാധനങ്ങൾ എടുത്താൽ മാത്രമേ ഈ സബ്സിഡി ആയിട്ട് ഈ സാധനം കിട്ടുന്നുള്ളൂ. ആ ഒരു പരാജയം. അതുപോലെ തന്നെ നെടുമങ്ങാടിൻ്റെ മാർക്കറ്റിൻ്റെ ശോചനീയാവസ്ഥ, അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഉപയോഗപ്പെടുന്ന ഒരു സാധനം ഇതുവരെ നാളുവരെയായിട്ട് മന്ത്രിയുടെ കീഴിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അടുത്ത പഞ്ചായത്തുകളായ അണ്ടർകോണം പഞ്ചായത്തിലെ പല ടൂറിസ്റ്റ് വികസന സാധ്യതകളെ ഉദ്ഘാടനം ചെയ്ത് പോയിട്ട് മന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ കന്യാകുളങ്ങര ഗവൺമെൻറ് ആശുപത്രിയിലെ സാധാരണ രോഗികൾ, 100 കണക്കിന് രോഗികൾ ദൈനംദിനം വന്നു പോകുന്ന ആശുപത്രിയിൽ ഒരു വികസനമോ ഒരു ഡോക്ടറോ ഇല്ലാതെ രോഗികൾ ക്യൂ നിൽക്കുകയാണ്.